എം എ ബേബി പാർട്ടിയെ നയിക്കാൻ എത്തുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനലബ്ധി കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറച്ച് വൈകിപ്പോയ ഒരു സ്ഥാനലബ്ധിയാണ് ഇതെന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ടേം അവസാനിക്കുമ്പോൾ, അടുത്ത പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സാവുകയാണ്. അതായത് ഒരു തുടർച്ച ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയേക്കാനുള്ള സാധ്യതയുമില്ല. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ തന്നെ ഇനി അങ്ങോട്ട് നയിക്കും എന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല, മൂന്നാം തുടർ ഭരണത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രായപരിധിയിലെ ഇളവ് ലഭിച്ചിരിക്കുന്നത്. മറ്റാർക്ക് ലഭിക്കാത്ത ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന കാര്യവും അതുപോലെ തന്നെ തുടർ ഭരണ സാധ്യതയും മുൻനിർത്തി കൊടുക്കുകയാണ്. ഇവിടെ 55 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കരുത്ത് എം എ ബേബിക്കുണ്ട്. പക്ഷേ എത്രത്തോളം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. രാജ്യസഭയിലേക്ക് അതുപോലെ തന്നെ നിയമസഭയിലേക്ക് ഒക്കെ എത്തിയപ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൈദ്ധാന്തികൻ എന്നുള്ള ഒരു പ്രതിച്ഛായയോടുകൂടി എം എ ബേബിയെ നമ്മൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടിരിക്കുമ്പോഴും പാർട്ടി എത്രത്തോളം എം എ ബേബിയെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ വരുന്നത് ഇപ്പോഴുള്ള ഈ പല നേതാക്കളും പി ബിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പി എത്തുന്നതിന് മുൻപ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ ആളാണ് എം എ ബേബി. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി ലൈനുമായി നമ്മൾ നോക്കുമ്പോൾ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്ന മൂന്നാമത്തെ SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് എം എ ബേബി. പ്രകാശ് കാരാട്ടിൽ നിന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത് എം എ ബേബിയാണ്. എം എ ബേബിയിൽ നിന്നാണ് സീതാറാം യെച്ചൂരി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത്. പക്ഷേ അവർ രണ്ടുപേരും PBയുടെ തലപ്പത്തേക്ക് എത്തി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ എത്തി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എം എ ബേബിയെ തേടി ഈ സ്ഥാനലബ്ധി എത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രയും കാലം കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം പാർട്ടി ഉപയോഗിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ ഈ PBയിലെ പുതിയ ആളുകളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയായി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൽ ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മുഹമ്മദ് സലീം, ഇവർ രണ്ടുപേരുമല്ലാതെ ഈ പ്രായോഗിക രാഷ്ട്രീയം, ഇന്ത്യ മുന്നണി അടക്കമുള്ള ഈ മുന്നണികൾ, അതുപോലെ പലതരത്തിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആശയരൂപീകരണങ്ങൾ, അതിൻ്റെയൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള എത്ര പേർ ഇപ്പോഴത്തെ PBയിലുണ്ട്? കാരണം ഈ ഒഴിഞ്ഞു പോകുന്ന ആളുകൾ ആരും ചെറിയ ആളുകളല്ല, ബിഗ് ഷോട്ട്സ് ആണ്. ഈ ഒഴിവ് നികത്തുക എന്ന് പറയുമ്പോൾ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഉണ്ടായ ഒഴിവ് പ്ലസ് 6 ഒഴിവുകളാണ് ഉണ്ടായത്. അതിലേക്കാണ് പുതിയ ആളുകൾ 7 പേർ വരുന്നത്. അപ്പോൾ ഈ പയറ്റിത്തെളിഞ്ഞ ആ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് അവർക്ക് ഇനിയിപ്പോൾ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. കാരണം പുറമേ നിന്ന് ചെയ്തതുപോലെയും പൊളിറ്റ് ബ്യൂറോയിൽ നേരത്തെ മുതൽ തുടർന്നിരുന്നവർ കണ്ടിന്യൂവേഷനായി കൊണ്ടുപോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ പരിചയ സമ്പന്നതയിലേക്ക് അവർക്ക് എത്തിച്ചേരണം. അതൊരു പ്രതിസന്ധിയായി തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ട്. കാരണം സീതാറാം യെച്ചൂരി, ഞാൻ ബിഗ് ഷോട്ട്സ് എന്ന് പറയാൻ കാരണം സീതാറാം യെച്ചൂരി ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ നമ്മൾ എടുത്തു നോക്കണം. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, അതിൽ സീതാറാം യെച്ചൂരിയുടെ മരണം സംഭവിക്കുന്നു. മറ്റു 3 പേരും ഉണ്ട്. ആ 3 പേർ ഒന്നിച്ചു മാറുകയാണ്. ആ ഒന്നിച്ചു മാറുമ്പോഴുണ്ടാകുന്ന വിടവ് അത് പാർട്ടിക്ക് അത്ര പെട്ടെന്ന് നികത്താൻ കഴിയുമോ? ക്ഷണിതാക്കളായി അവരുണ്ട്. സ്വാഭാവികമായും അവരുമായിട്ടൊക്കെ ആലോചിച്ച് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദം ആയിരിക്കും തീരുമാനങ്ങളൊക്കെ എം എ ബേബി ആയാലും എടുക്കുക എന്നത് നമുക്കറിയാം. എങ്കിൽ പോലും ഈ പുതിയ ആളുകൾക്ക് എത്രത്തോളം അവരുടെ ആ ഒരു കഴിവിന് അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തിക്കൊപ്പം എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വിജു കൃഷ്ണൻ അടക്കമുള്ള ആളുകൾ മറ്റൊരു തരത്തിൽ ഇവരെക്കാളും മികച്ചവരാണ്, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു സംഘാടന ശേഷിയുള്ള ആളുകളാണ്. കാരണം ഈ വർഗ ബഹുജന സംഘാടനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പലതരത്തിലുമുള്ള നയവ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അപ്പോൾ ഈ തൊഴിലാളി സമരങ്ങൾ, ബിജു കൃഷ്ണനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷക സമരമടക്കം, ഈ തൊഴിലാളികൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, അതായത് അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന് വന്ന ആളുകൾ അവർ PBയിലുണ്ട് എന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഈ പുതിയ PBയെ, 18-അംഗ PBയെ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ വർഗരാഷ്ട്രീയ നിലപാടുകളിലെ ക്ലാരിറ്റിയും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എം എ ബേബി നയിക്കുന്ന ഒരു പാർട്ടി, അപ്പോൾ എം എ ബേബിയുടേതായ നിലപാടുകൾ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നവരാകണം എന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു യെച്ചൂരി ലൈനുമായി ചേർന്ന് നിൽക്കുന്നതാണ് എം എ ബേബി ലൈൻ എന്ന് പറയുന്നത്. പ്രകാശ് കാരാട്ട് ലൈൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോവുക, ഈ പുതിയ ആളുകൾ തമ്മിൽ ആ രീതിയിലുള്ള ഒരു വർഗരാഷ്ട്രീയ നിലപാടുകളിലെ ആശയപരമായ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നതാണ് പാർട്ടി ഇപ്പോൾ അടിയന്തരമായി ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം സംഘം ചേർന്നെടുക്കേണ്ട തീരുമാനത്തിൽ ആ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എം എ ബേബിയുടെ മുന്നിലുള്ള സംഘടനാ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി വരിക. ഭിന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഭിന്ന നിലപാടുകൾ ഒരേ വിഷയത്തിൽ തന്നെ ഉള്ള പാർട്ടി നിലപാടുകൾ എന്നതിനൊപ്പം തന്നെ വ്യക്തിപരമായി പല അഭിപ്രായങ്ങൾ
പ്രായങ്ങളുമുള്ള ആളുകൾ കൂടി ഇതിന്റെ ഭാഗമായി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നരേന്ദ്രമോദിയെ എതിർക്കുക, BJPയെ എതിർക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര സിമ്പിളായ കാര്യമല്ല. അതിന് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ടാകും എന്നതുകൂടി ഒരു വിഷയമായി നിൽക്കുകയാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കണം. CPM എന്ന പാർട്ടി ഇറ്റ് ഡസ് എക്സിസ്റ്റ് എന്ന് ഓരോ തവണയും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം. അതിന് അത്ര അപ്പീലുള്ള, അത്രയും ഒരു ആൾബലം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ അത്രത്തോളം ഒരു സാന്നിധ്യമായി മാറാൻ MA ബേബിക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനായി നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഹർകിഷൻ സിംഗ് സുർജിത്ത് അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ഇവരെ പോലെ പോർട്ട്ഫോളിയോ ഉള്ള ഒരാൾ ഇപ്പോൾ നിലവിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. ആ രീതിയിലേക്ക് അങ്ങനെ ദേശീയ തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഓഫ് കോഴ്സ് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുന്നില്ല, മുഹമ്മദ് സലീമിനെയും ഞാൻ കുറച്ച് കാണുന്നില്ല, പക്ഷേ ഹർകിഷൻ സിംഗ് സുർജിത്ത് അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി എന്തായിരുന്നോ ദേശീയ രാഷ്ട്രീയത്തിൽ, മുന്നണി രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിലൊക്കെ സീതാറാം യെച്ചൂരിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ അടക്കം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ഉള്ള ആരാണ് CPIMന് ദേശീയ തലത്തിൽ ഒരു ഫിഗറായി ചൂണ്ടിക്കാട്ടാൻ ഉള്ളത്? പ്രകാശ് കാരാട്ട് ക്ഷണിതാവായി മാറിയിരിക്കുന്നു. അപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയിൽ അങ്ങനെയുള്ള ആരാണുള്ളത് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇവിടെ ബിജു കൃഷ്ണനെ കുറിച്ചും അരുൺകുമാറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതുതായി വന്നവരിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് നേതാക്കൾ അവരാണ്. അതായത് അവർക്ക് ഈ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, അവർ രണ്ടുപേരും പാർട്ടിയുടെ ഈ നേതൃനിരയിലേക്ക്, പൊളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും ഒക്കെ എത്തിയതിന് സമാനമായി തന്നെയാണ് ബിജു കൃഷ്ണൻ ആയാലും അരുൺകുമാർ ആയാലും പാർട്ടിയുടെ ഈ മേൽ ഘടകങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവ ലൈനാണ്. ആ ഒരു ലൈനിൽ പോകുന്ന രണ്ട് നേതാക്കളാണ്. തീപ്പൊരിയായി തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രണ്ട് വ്യക്തികളുമാണ്. അതായത് ഇവരുടെ ഒരു കോംബോ, കാരാട്ട് യെച്ചൂരി കോംബോ എങ്ങനെയായിരുന്നു അവരുടെ ആദ്യ കാലഘട്ടത്തിൽ 80കളിൽ എങ്ങനെയായിരുന്നു, അതേ രീതിയിലാണ് 80കളിലും 90കളിലും കാരാട്ട് യെച്ചൂരി ലൈൻ എങ്ങനെ പോയോ അതേ രീതിയിൽ ബിജു കൃഷ്ണനും അരുൺകുമാറിനും പാർട്ടിയുടെ ഈ മേൽത്തട്ടിൽ ഇരുന്നു കൊണ്ട് നയരൂപീകരണത്തിലടക്കം ഇടപെടാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് സൈദ്ധാന്തിക അടിത്തറ സ്ട്രോങ് ആക്കാൻ ഈ രണ്ട് നേതാക്കൾ, പ്രകാശ് കാരാട്ടും യെച്ചൂരിയും ഇല്ലാത്ത PBയിൽ ഈ രണ്ടുപേരുടെ സാന്നിധ്യം ഗുണകരമാകും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. തെറ്റാണെങ്കിൽ ഉണ്ണിസാറിന് തിരുത്താം. അങ്ങ് കുറച്ചുകൂടി പൊളിറ്റ് ബ്യൂറോ ഒക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണല്ലോ. MA ബേബിയെ കുറിച്ചിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2012 മുതലാണ് MA ബേബി പൊളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത്. 2012 എത്തുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുന്നത് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ അത് കേരളത്തിലെ സഖാക്കൾക്കടക്കം ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. വൈകിപ്പോയി എന്നൊരു പരിഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ, ഒരു സംഘടനാപരമായി എല്ലാവരെയും ഒരേ ലൈനിലേക്ക് കൊണ്ടുവരിക എന്നതൊരു വെല്ലുവിളിയാണ്. കാരണം ബംഗാൾ ലൈനല്ല കേരള ലൈൻ. കേരളത്തിൽ നിന്നുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ബംഗാൾ ലൈനുമായി അതെങ്ങനെ ചേർന്ന് പോകും എന്നതൊരു പ്രശ്നമാണ്. ബംഗാളിലെ സഖാക്കൾ പൂർണ്ണമായും MA ബേബി സെക്രട്ടറി ആകുന്നതിനെ അംഗീകരിച്ചതല്ല. വോട്ടിനിടുമ്പോൾ എങ്ങനെയാണ് ആ വ്യതിയാനം വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് യുണാനിമസായി തെരഞ്ഞെടുത്ത ആളല്ല MA ബേബി എന്നത് സൂചിപ്പിക്കാനാണ് ഞാനിത് വ്യക്തമാക്കിയത്. ഇവിടെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ത്രിപുരയിൽ MLA ഉണ്ടെങ്കിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനം ആകെ ശോഷിച്ച് കിടക്കുകയാണ്, തളർന്നു കിടക്കുകയാണ് പാർട്ടി. അവിടെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പശ്ചിമ ബംഗാളിലും അതെ. പശ്ചിമ ബംഗാളിൽ സഖ്യമായി മത്സരിക്കാൻ നോക്കിയിട്ട് പോലും BJPയുടെ മുന്നിലോ തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നിലോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് കേരളത്തിൽ നിന്നുള്ള, കൊല്ലത്ത് നിന്നുള്ള നേതാവായ MA ബേബിക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ. ഇനി BJP ബദൽ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന കൂട്ടായ്മയാണല്ലോ. ഇന്ത്യ മുന്നണി കൂട്ടായ്മയിൽ നേരത്തെ ഏകോപന സമിതിയിലടക്കം വേണ്ട എന്ന തീരുമാനമാണ് എടുത്തത്. അത് മാറ്റണോ? ഏകോപന സമിതിയിലടക്കം നമ്മളൊരു സാന്നിധ്യമായി ഉണ്ടാകണോ? ആ കാര്യത്തിലും MA ബേബിയുടെ ലൈൻ എന്തായിരിക്കും എന്നതറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കാരണം നയരൂപീകരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഏകോപന സമിതിയിൽ CPIMന്റെ ഒരു പ്രതിനിധി വേണ്ടേ? ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയായിരിക്കും എത്തുക? യെച്ചൂരിക്ക് വേണമെന്നായിരുന്നു, പക്ഷേ ഇപ്പുറത്തുള്ള മറ്റൊരു തീരുമാനത്തിലേക്ക് പോയത് കൊണ്ടാണ് ഏകോപന സമിതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നത്. അപ്പോൾ MA ബേബി ഏത് ലൈൻ പിടിക്കും എന്നത് ആ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. CPIMന്റെ റോൾ എങ്ങനെയാണ്? ആക്റ്റീവ് റോളാണോ അതോ UPA സർക്കാരിനെ, UPA സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചതുപോലെ ഏകോപന സമിതിയെയും പുറത്തുനിന്ന് പിന്തുണച്ചാൽ മതിയോ? ആ കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി ഈ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ശോഷിച്ചു കിടക്കുകയാണ്. ഭരണം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് ഒരു കുറേ കാലത്തേക്ക് എന്തായാലും നോക്കേണ്ടതില്ല. കുറച്ച് സീറ്റുകളെങ്കിലും പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിന് നോക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റാണ്. കേരളത്തിൽ ഭരണ തുടർച്ചയിലേക്ക് എത്തുക എന്ന് പറയുന്നത് CPIMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിലില്ലാത്ത, കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. CPIM K ആയി
മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു കെ പാർട്ടിയല്ല, അതൊരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ് എന്ന രീതിയിൽ പ്രസൻസ് കൊണ്ടുവരണമെങ്കിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പണിയെടുക്കണം. അതുപോലെ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായേ പറ്റൂ. MA ബേബി കൂടി പാർട്ടി സെക്രട്ടറിയായി വരുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഭരണം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നാണക്കേടാകും. അതുകൊണ്ട് കേരളത്തിൽ ഭരണ തുടർച്ച എന്ന് പറയുന്നത് അവർക്കൊരു മസ്റ്റ് ഹാവ് ആണ്. അവർക്ക് കിട്ടിയാൽ കിട്ടിയെന്നുള്ളതല്ല, അവർക്ക് കിട്ടിയേ തീരൂ. കിട്ടിയില്ലെങ്കിൽ പിന്നെ പാർട്ടിയില്ല. രാജ്യത്ത് ഒരിടത്തും ഭരണമില്ലാത്ത ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനം എന്നേ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് പശ്ചിമബംഗാളിൽ കോൺഗ്രസിനോടുള്ള ലൈൻ, അത് യെച്ചൂരിയുടെ ലൈനാണോ MA ബേബി സ്വീകരിക്കാൻ പോകുന്നത്? പശ്ചിമബംഗാളിൽ സഖ്യമായി മത്സരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നാധിഷ്ഠിത വിഷയാധിഷ്ഠിത പിന്തുണ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അതിനെ ചർച്ചകളെ കൊണ്ടുപോകുന്ന ഒരു ലൈനൊക്കെയാണ്, അല്ലെങ്കിൽ ഉരുണ്ട് കളിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ലൈൻ ഇന്ത്യ മുന്നണിയിൽ അതുപോലെ തന്നെ കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ എടുക്കണം. കേരളത്തിൽ കോൺഗ്രസുമായി പ്രഖ്യാപിത ശത്രുവായി UDF LDF സംവിധാനമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ MA ബേബിയെ പോലെ ഒരാൾക്ക് കേരളത്തിൽ നിന്നുള്ള നേതാവിന് എങ്ങനെ അതിനെ വിശദീകരിക്കാൻ സാധിക്കും? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബംഗാളി നിങ്ങൾ ഒന്നിച്ചല്ലേ എന്ന് പറയുന്ന ആ ഒരു വാദത്തെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ 20ാമത്തെ പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി 24ാം പാർട്ടി കോൺഗ്രസിൽ CPIMലെ ജനറൽ സെക്രട്ടറിയായി മാറുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ അത്ര ഒരു പട്ടുമെത്തയൊന്നും കിടപ്പില്ല എന്നതാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് മുന്നിലുള്ള റോഡെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹത്തെ നല്ലതുപോലെ പിന്തുണച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ വെല്ലുവിളികളൊക്കെ മറികടന്ന് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പശ്ചിമ ബംഗാൾ ഘടകത്തെ ആദ്യം വിശ്വാസത്തിലെടുക്കണം. നിങ്ങളിലെ കൂടി കേൾക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ഞാൻ എന്ന ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അല്ലാതെ കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ തീരുമാനങ്ങൾ, പ്രകാശ് കാരാട്ടിനോടുള്ള അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ കേരള ഘടകത്തിൻ്റെ തീരുമാനങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് കാരാട്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ. അപ്പോൾ MA ബേബി കേരളത്തിൽ നിന്ന് തന്നെയുള്ള, പ്രകാശ് കാരാട്ടിന് കേരള റിലേഷനെ പറയാൻ പറ്റുള്ളൂ, പക്ഷേ MA ബേബി കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. 55 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ DL കരാടിൻ്റെ മത്സരം നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി അദ്ദേഹം CITUവിൻ്റെ മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റും CITUവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ്. തൊഴിലാളി വർഗ പാർട്ടിയിൽ നിന്ന് CPIMൻ്റെ നയവ്യതിയാനം, സ്വകാര്യ മേഖല തുടങ്ങി പല കാര്യങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് DL കരാട് വന്നിട്ട് പറയുന്നത് എന്താണ്? അവിടെ തൊഴിലാളി വർഗത്തിന്, ഞങ്ങൾക്ക് ട്രേഡ് യൂണിയൻസിന് ഉള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മത്സരം. അപ്പോൾ ഒരു ചോദ്യം വരും, 750 വോട്ടിലാകെ നിങ്ങൾക്ക് 31 വോട്ടല്ലേ കിട്ടിയുള്ളൂ, അപ്പോൾ ഒരുപാട് പേരുടെ പിന്തുണയുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് സംഘടിതമായ ഒരു പാനലായി നിൽക്കുമ്പോൾ ആ പാനലിന് വോട്ട് ചെയ്യുക എന്നതാണ് CPIMൻ്റെ ഒരു പിന്തുടർന്ന് വരുന്ന രീതി. അപ്പോൾ ഈ എതിരഭിപ്രായം ഉണ്ടായ ആൾക്കൊപ്പം ശക്തമായി നിൽക്കാൻ എത്ര പേർ തയ്യാറാകും, അതിന് എത്ര പേർ ധൈര്യം കാട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പക്ഷേ ഈ 31 വോട്ട് കിട്ടിയെന്നത് എതിരഭിപ്രായമുള്ളവർ ഉണ്ട്, പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. UP മഹാരാഷ്ട്ര ഘടകങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ DL കരാട് നൽകുന്ന ആ ഒരു സൂചന അത് MA ബേബി കാര്യമായി തന്നെ കാണേണ്ടതുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, അണികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ഇനി ഈ പലസ്തീന ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു സോളിഡാരിറ്റി പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഓരോ വിഷയങ്ങളിലും എടുക്കേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു സെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല പാർട്ടി എന്ന് MA ബേബിക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം ഇവിടെ മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ രാജ്യസഭാംഗമായിരിക്കുമ്പോഴോ എടുത്തതുപോലെയല്ല, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് അദ്ദേഹത്തിന് എടുക്കേണ്ടി വരിക. അതിന് അദ്ദേഹം കൂടുതൽ ആംഡ് ആകേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് കൂടുതൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പ് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ലഭിച്ചതുപോലെയുള്ള വോട്ട് ശതമാനം ഒന്നുമല്ല ഇനിയുള്ള സ്ഥലങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം സ്വന്തമാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം പാർട്ടിയുടെ, അതായത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പോയി ഇരിക്കാൻ പോകുന്ന ഓഫീസ് ഇരിക്കുന്ന ഇടത്തടക്കം എല്ലായിടത്തും കൂടെ ആകെ കിട്ടിയത് 1% താഴെയാണ്. 0.01 മറ്റുമാണ് ഡൽഹിയിൽ ആകെ CPIMന് കിട്ടിയിരിക്കുന്ന വോട്ട് പെർസെൻറ്റേജ്. അപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ദില്ലിയിലേക്ക് അദ്ദേഹം ചുവട് മാറ്റുമ്പോൾ, ഗോൾമാർക്കിനടുത്തുള്ള ഓഫീസിലേക്ക് വന്നിരിക്കുമ്പോൾ ഡൽഹിയിൽ ലഭിച്ച വോട്ട് ശതമാനം എന്ന് പറയുന്നത് പാർട്ടിക്ക് ഡൽഹിയിലുള്ള ബേസ് എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഉഷാറോടുകൂടി പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിസൾട്ട്സ് കൊണ്ടുവരാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പഴിയെല്ലാം കേൾക്കേണ്ടി വരും എന്നതാണ് നിലവിലെ സാഹചര്യമായി എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയിൽ മോദി സർക്കാർ ഫാസിസ്റ്റോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വിശദീകരണമായി CPIയുടെ ഭാഗത്ത് നടക്കം എതിർപ്പുണ്ടായിരുന്നപ്പോൾ ഫാസിസ്റ്റ് സർക്കാരെന്നോ നവഫാസിസ്റ്റ് സർക്കാരെന്നോ വിളിക്കുന്നില്ല എന്നതാണ് ആവർത്തിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി MA ബേബി കൊണ്ടുവരണം. കാരണം കേരളത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കൊപ്പം ഈ പീപ്പിൾസ് ഡെമോക്രസിയിൽ പറഞ്ഞ അഭിപ്രായവും അവിടെ കിടക്കുകയാണ്. അപ്പോൾ നവഫാസിസ്റ്റ് സ്വഭാവങ്ങൾ വ്യക്തമാക്കുന്ന ഹിന്ദുത്വ, കോർപ്പറേറ്റ്, സ്വേച്ഛാധിപത്യ സർക്കാർ എന്നൊക്കെ പറയണോ അതോ ഫാസിസ്റ്റ്
ഫാസിസ്റ്റ് എന്ന് നേരിട്ട് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ വിളിക്കണോ? ആ കാര്യത്തിലെങ്കിലും ഒരു ഉറച്ച നിലപാട് CPIM എടുക്കണം. MA ബേബി എടുക്കണം. Meet the editors.